മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? അമ്മക്കിളിക്ക് സുഖമാണ്, പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല. ഇന്നത്തെ അമ്മക്കിളിയുടെ പുതിയ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. സമ്മറൊക്കെ ഏകദേശം തീർന്നു എന്ന് തന്നെ പറയാം. നമ്മുടെ ബീൻസിൻ്റെ ഇതൊക്കെ എല്ലാം ഏകദേശമൊക്കെ തീരാറായി. ഇനി ഒരു പ്രാവശ്യം കൂടെ എടുക്കാൻ കാണും, അത്രേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം തീർന്നു. ഇന്നത്തെ വിളവ് നമുക്ക് നോക്കാം. ഇനി വേറെ കാര്യങ്ങളൊക്കെ ഇനി അടുത്ത് ഗാർഡന്റെ കഴിയുമ്പോൾ മക്കൾ ഇടാൻ കേട്ടോ. എല്ലാം കൂടി ഇനി കൊണ്ടുപോയിരുന്നു മക്കളെ. ഞാൻ ആദ്യം ഇത് 2 പഴം കൈ കിട്ടി, അതങ്ങ് വായിലോട്ടം കിട്ടും കേട്ടോ. എന്ത് പഴമാണെന്ന് മനസ്സിലായോ? മണിത്തക്കാളി. പടക്കം മുടക്കൊന്ന് വായിൽ കിടന്ന് പൊട്ടും. ഇതിനകത്തെ കുരുവെല്ലാം കൂടെ നമ്മളിങ്ങനെ കടിക്കുന്ന പടക്ക് പടക്ക് പടക്കം സൗണ്ട് കേൾക്കും കേട്ടോ. നല്ല ഉണങ്ങി കൊട്ടയടിച്ച് കിടക്കുക. വിത്തിന് കുറെ നിർത്തിയിരുന്നു മക്കളെ ബീൻസ്, അതെല്ലാം ഞാനിങ്ങി പറിച്ചോണ്ട് പോരുന്നു. ഓരോ സോയാബീൻസിന്റെ വണ്ണം നോക്കും മക്കളെ, എന്തൊരു വണ്ണമാകുന്നു. ബ്രൊക്കോളി ഇഷ്ടം പോലെ ഉണ്ട്, ചെറുതാന്നേ ഉള്ളൂ. കാര്യം ആദ്യം പറിക്കുന്നതേ നമുക്ക് വലിയ രീതിയിൽ കിട്ടത്തുള്ളൂ. പിന്നെ വരുന്നതെല്ലാം ഓരോ ഇലയുടെ അടിയിൽ ഇങ്ങനെ വരുന്ന ആയതുകൊണ്ട് അപ്പോൾ ചെറിയ ചെറിയ ബ്രൊക്കോളി പൂവേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇന്ന് ഏതായാലും ബ്രൊക്കോളി കൊണ്ടൊരു സൂപ്പാണ് നമ്മുടെ മെയിൻ പരിപാടി. മുളകുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. വഴിയറിയാതെ പോയതൊക്കെ ഇങ്ങനെ വരും, അത് നല്ല നീളത്തിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. എന്താ പറയാനാ, ഈ ടൊമാറ്റോ ചില്ലി ഒരു രക്ഷയുമില്ലാത്ത കേട്ടോ. പക്ഷെ തീർന്നു, ഇനി ഇത് പഴിപ്പിക്കാനുള്ള സമയമില്ല, അതുകൊണ്ട് ഞാൻ പച്ചയായിട്ട് പറിക്കുവാ. ഇങ്ങനെ ബീൻസിന്റെ പേരും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ എല്ലാം പറഞ്ഞിട്ടുള്ളത്. ചാക്ക് കണക്കിലാണ് ഇപ്പൊ പറിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഈ ബെല്ലി ബീൻസ് ഉണ്ടല്ലോ, എന്റെ കർത്താവ് എന്തൊരു വണ്ണം വന്ന് നോക്ക്. അതിന് നല്ല നീളവും അതുപോലെ വണ്ണവും ഉണ്ട്. ഒക്കെ അരിയുമ്പോൾ അത് മനസ്സിലാകുന്നുണ്ട്. മറ്റ് ബീൻസ് അരിയുന്നതിനും ഇത് അരിയുന്നതിനും അങ്ങോട്ട് ദശ എത്ര അകത്തോട്ട് അങ്ങ് ഉള്ളത് നമുക്ക് നല്ല മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ വർഷം പ്രതീക്ഷിച്ചതുപോലെ ഒന്നും അല്ല, ദൈവം കനിഞ്ഞു തരുമായിരുന്നു തന്നെ പറയാം. നമ്മളൊക്കെ ചിലപ്പം പറയത്തില്ലേ, പ്രതീക്ഷിച്ചതിന്റെ അപ്പുറത്ത് വന്ന് ആ സംഭവമാണ് ഇവിടെ ഈ പ്രാവശ്യം എനിക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് കിട്ടിയത്. മുളകും ബ്രൊക്കോളി ഈ പ്രാവശ്യം കുറവായിരുന്നു. ബീൻസ്, തക്കാളി, ചീര. തക്കാളി തീർന്നു, ഇതാണ് ലാസ്റ്റ്. കാരണം ഇതാ സൈഡിൽ ചട്ടിയിൽ വെച്ചിരിക്കുന്നതൊക്കെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് കിളിയൊക്കെ തിന്നാതിരിക്കുന്നത്. മറ്റേ മണ്ണിനകത്ത് വെച്ചതെല്ലാം കിളിയും കുരുവിയും അതും ഇതും ഒക്കെ തിന്നിട്ട് എല്ലാം ചെടിയും അളിഞ്ഞു പോയി, എല്ലാം പോയി താഴെ വീണ് കിടക്കുക എല്ലാം. പക്ഷെ ഇതേതായാലും ഒന്നും ഇതുവരെയും പറ്റിയില്ല, ലാസ്റ്റായി. ഇനി തക്കാളി ഇല്ല കേട്ടോ മക്കളെ. ഇതെല്ലാം ഇനി ഒരു സ്ഥാനത്ത് എത്തിക്കുന്നതാണ് എൻ്റെ മക്കളെ പണി. ഇത് മുഴുവൻ ഞെടുപ്പെടുക്കുക ഞാൻ. കാരണം ഞെടുപ്പോടുകൂടി ചിലർ ഫ്രീസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് അന്നേരം നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തു കഴിഞ്ഞിട്ട് അത് പിന്നെ ഞെടുപ്പെടുക്കാൻ നിൽക്കണമല്ലോ. അതിലും ഭേദം കഴുകുമ്പോഴേ നമ്മളെല്ലാം നീറ്റാക്കി കഴിയാൻ പ്രശ്നമില്ല. അപ്പോൾ ഈ മുളകുകളെല്ലാം കൂടെ അങ്ങോട്ട് കഴുകി നമുക്ക് തുടച്ച്, ഇത് ഒത്തിരി പണിയുണ്ട് കേട്ടോ. ഇതിന് ഇനി ഫ്രീസ് ചെയ്ത് വെക്കണം. ഒന്നീ ടിഷ്യൂ വെച്ച് തുടയ്ക്കുകയോ അല്ലെങ്കിൽ നല്ലൊരു കോട്ടൺ തുണി വെച്ച് തുടയ്ക്കുകയോ എല്ലാം ചെയ്ത് ഇതെല്ലാം ഒരു പരുവാക്കണം. ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്നത് എങ്ങനെയാണ് ഫ്രീസ് ചെയ്ത് ഞങ്ങൾ വെച്ചാൽ അത് വെളിയിലെടുക്കുന്നതുകൊണ്ട് കുഴഞ്ഞിരിക്കുന്ന എല്ലാം കൂടെ ഒന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഒരു വീഡിയോയിൽ, എന്നാലും ഞാൻ ഒരു വീഡിയോയുടെ ചെയ്യാൻ കാരണം ഈ ഗാർഡൻ്റെ ഇതെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഫ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ഇടാം മക്കളെ. കുറേ പേര് കമൻറ്റിലും ചോദിച്ചു, അല്ലാതെ നേരിട്ട് കാണുമ്പോൾ നമ്മുടെ ഫോളോവേഴ്സൊക്കെ. അപ്പോൾ അതിനൊക്കെ മറുപടിയായിട്ട് ഞാനൊരു വീഡിയോ ഇടാമെന്ന് ഞാൻ അവരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്രാവശ്യത്തെ വിളവ് ഏകദേശമൊക്കെ തീർന്നു. ഇനിയും കുറച്ച് ചുമന്ന ചീരയും മണിത്തക്കാളിയുടെ ചീര ഇച്ചിരി ഉണ്ട്. അതിൻ്റെ കായ ഒത്തിരി ഉണ്ട് കേട്ടോ മക്കളെ. പിന്നെ കുറച്ച് ബീൻസ്, കുറച്ച് മുളക്, ഇച്ചിരി ബ്രൊക്കോളി, അതേ ഉള്ളൂ. ബാക്കിയെല്ലാം തീർന്നു. അപ്പോൾ ഇതാണ് അമ്മക്കിളിയുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും നിങ്ങളെല്ലാവരും മക്കളെ അമ്മക്കിളിയെ പ്രതീക്ഷിച്ചിരിക്കണം. കൂട്ടുകൂടാൻ മറക്കല്ലേ.